ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഐ ഹാവ് ലീവ്ഡ് ഫോർ ബൈ ബെർട്രാൻഡ് റസ്സൽ. അപ്പം നമുക്ക് ബെർട്രാൻഡ് റസ്സൽ ആരാണ് എന്നൊന്ന് പരിചയപ്പെടാം. ബെർട്രാൻഡ് റസ്സൽ 1872 to 1970 was a British philosopher, mathematician and social reformer who won the Nobel Prize for Literature in 1950. അപ്പോൾ ആരായിരുന്നു ബെർട്രാൻഡ് റസ്സൽ? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനും അതുപോലെ തന്നെ ഗണിതശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കരണ പ്രവർത്തകനുമായിരുന്നു. ആര്? ഈ ബെർട്രാൻഡ് റസ്സൽ. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസാണ് കിട്ടിയത്. അത് ഏത് വർഷമാണ് കിട്ടിയത്? 1950. Russell's contributions to logic, epistemology and the philosophy of mathematics established him as one of the foremost philosophers of the 20th century. അപ്പോൾ എന്താണ് പറയുന്നത്? യുക്തിചിന്തയാണ് ലോജിക്. പിന്നെ അറിവിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗണിതശാസ്ത്ര, തത്വചിന്ത എന്നിവയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ കാരണം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖ തത്വചിന്തകരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ നോക്കാം. Originally published in 3 volumes, Russell's autobiography is widely regarded as one of the most compelling and vivid memoirs of the age. അപ്പം മെമ്മോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മക്കുറിപ്പിനാണ് മെമ്മോയർ എന്ന് പറയുന്നത്. അപ്പം 3 ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയവും ആകർഷകവുമായ ആത്മകഥകളിൽ ഒന്നായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ കണ്ടിരുന്നത്. അതാണ് നമ്മളുടെ ഇത്രയും ഭാഗത്ത് ബെർട്രാൻഡ് റസ്സലിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം ഇനി നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് മുൻപുള്ള ഒരു പ്രൊലോഗാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു വർക്കോ എന്തെങ്കിലും ഒരു റൈറ്റിങ്സോ ഒക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പം അതിന് മുമ്പ് നമ്മുടെ ഓതർ നമുക്കായിട്ട് എഴുതിത്തരുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. ആ വർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന്, അല്ലെങ്കിൽ ഇതാണ് ഈ വർക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഈ പ്രൊലോഗ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കടക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗം. അപ്പം ഇതിൽ പറയുന്നത് വാട്ട് ഗിവ്സ് മീനിങ് ടു അവർ ലൈഫ്സ്. അപ്പോൾ ഒരു ചോദ്യമാണ്, നമ്മളുടെ ജീവിതത്തിന് എന്താണ് മീനിങ് തരുന്നത്? വാട്ട് ഗൈഡ്സ് അവർ ചോയ്സ് ആൻഡ് ഡ്രീംസ്. നമ്മളുടെ ചോയ്സുകളും നമ്മളുടെ സ്വപ്നങ്ങളും എന്തിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്? ബെർട്രാൻഡ് റസ്സൽ സ്പീക്സ് അബൌട്ട് ദി 3 great passions that shaped his life in this prologue. അപ്പോൾ ബെർട്രാൻഡ് റസ്സൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 3 ഗ്രേറ്റ് പാഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ഷേപ്പ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. യു മേ തിങ്ക് അബൌട്ട് ദി വാല്യൂസ് ദറ്റ് ഗൈഡ് യു ടു. അപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കും ചിന്തിക്കാം നിങ്ങളിലുള്ള വാല്യൂസ്. ഓക്കെ. അപ്പോൾ വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ ബൈ ബെർട്രാൻഡ് റസ്സൽ. 3 passions, simply but overwhelmingly strong, have governed my life. The longing for love, the search for knowledge, and the unbearable pity for the suffering of mankind. These passions, like great winds, have blown me hither and thither in a wayward course over a great ocean of anguish, reaching to the very verge of despair. അപ്പോൾ അദ്ദേഹം പറയാണ് 3 passions. ഓക്കെ, 3 പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ശക്തമായിട്ടുള്ള വികാരം, ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് 3 കാര്യങ്ങളോടായിരുന്നു പാഷൻ. സിമ്പിൾ ബട്ട് ഓവർവെൽമിംഗ്ലി സ്ട്രോങ്. വളരെ ലളിതമായിട്ടുള്ള 3 കാര്യങ്ങളാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. അത്യന്തം ശക്തമായിട്ടുള്ള 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ നയിച്ചത്. ദറ്റ് ഹാവ് ഗവേൺഡ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ജീവിതത്തെ നയിച്ചത് ഈ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ദ ലോങ്ങിങ് ഫോർ ലവ്. എന്താണ് ലോങ്ങിങ് ഫോർ ലവ്? സ്നേഹത്തിനോടുള്ള അതിയായ ആഗ്രഹമാണ്. രണ്ടാമത്തേതാണ് ദ സെർച്ച് ഫോർ നോളജ്, അതായത് അറിവ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സെർച്ച് ഫോർ നോളജ് ആൻഡ് അൺബെയറബിൾ പിറ്റി ഫോർ ദ സഫറിങ് ഓഫ് മാൻകൈൻഡ്, അതായത് മനുഷ്യരുടെ ദുഃഖത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള കരുണയെ ആണ് ഇത് കാണിക്കുന്നത്. അപ്പം ദീസ് പാഷൻസ് ലൈക്ക് ഗ്രേറ്റ് വിൻഡ്സ് ഹവ് ബ്ലോൺ മീ ഹിതർ ആൻഡ് തിതർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ 3 ആഗ്രഹങ്ങളാണ് എന്നെ ജീവിതത്തിലുടനീളം പല വഴികളിലൂടെ മുന്നോട്ട് നയിച്ചത്. ഇൻ എ വേവാർഡ് കോഴ്സ്
over a great ocean of anguish reaching to the very verge of despair. അപ്പം അദ്ദേഹം പറയാണ് ചിലപ്പോൾ അവ എന്നെ അതിയായ സന്തോഷത്തിലേക്കും അപ്പോൾ ചില സമയത്ത് ദുഃഖത്തിലേക്കും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഈ 3 പാഷൻസ്. I have sought love first because it brings ecstasy so great that I would often have sacrificed all the rest of the life for a few hours of this joy. അപ്പോൾ അദ്ദേഹം പറയാണ് ആദ്യം അദ്ദേഹം തേടിയത് എന്തിനെയാണ്? സ്നേഹത്തെയാണ് തേടിയത്. കാരണം എന്താ? സ്നേഹം ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം നൽകുന്നു, വളരെ അത്യന്തമായ ആനന്ദം അദ്ദേഹത്തിന് നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിലെ മറ്റെല്ലാം പോലും അദ്ദേഹം ത്യജിക്കാൻ തയ്യാറായിരുന്നു. അതാണ് പറയുന്നത്, I would have often sacrificed all the rest of the life for a few hours of just joy. കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി എല്ലാം അദ്ദേഹം സാക്രിഫൈസ് ചെയ്യാൻ, എല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. I have sought it next because it relieves loneliness, the terrible loneliness in which one shivering consciousness looks over the rim of the world into the cold, unfathomable, lifeless abyss. അപ്പോൾ അദ്ദേഹം പറയാണ് രണ്ടാമതായി സ്നേഹം ഏകാന്തതയെ അകറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒറ്റപ്പെട്ട ജീവിതം വളരെ വേദനാജനകമാണ്. അതുപോലെ തന്നെ സ്നേഹം ആ വേദന കുറയ്ക്കുകയും മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. I have sought it finally because in the union of love I have seen in a mystic miniature the prefiguring vision of the heaven that saints and poets have imagined. This is what I sought, and though it might seem too good for human life, this is what at last I have found. അപ്പോൾ പറയാണ് മൂന്നാമതായി യഥാർത്ഥ സ്നേഹത്തിൽ ഞാൻ സ്വർഗത്തിന്റെ ചെറിയ ദൃശ്യം കണ്ടു. പിന്നെ വിശുദ്ധരും കവികളും സ്വർഗത്തെ എങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ അനുഭവം സ്നേഹത്തിൽ ലഭിക്കാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്ന് പറയാണ്. ഞാൻ തേടിയ ഈ സ്നേഹം ഒടുവിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തേടിക്കൊണ്ടിരുന്ന സ്നേഹം അദ്ദേഹത്തിന് അവസാനം ലഭിച്ചു എന്നാണ് പറയുന്നത്. With equal passion I have sought knowledge. അപ്പം സ്നേഹത്തോടൊപ്പമുള്ള അതേ തീവ്രതയോടെ ഞാൻ എന്തിനേയും തേടി? നോളജ്, അറിവിനെയും തേടി. I have wished to understand the hearts of people. അപ്പം എന്താണ്? മനുഷ്യരുടെ മനസ്സിനെ മനസ്സിലാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. I have wished to know why the stars shine. നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നു എന്നറിയാനും ഞാൻ ആഗ്രഹിച്ചു. And I have tried to apprehend the Pythagorean power by which number holds sway above the flux. A little of this, but not much, I have achieved. അപ്പോൾ അദ്ദേഹം പറയാണ് ലോകത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സംഖ്യകൾ, അതാണ് പൈതഗോറിയൻ പവർ. സോ സംഖ്യകളുടെ ശക്തിയെ മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചു. ഇതിൽ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, എന്നാൽ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങൾ വേർഡ് മീനിങ്സ് ഒക്കെ ഞാൻ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് വെച്ചിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് ലവ് ആൻഡ് നോളജ് so far as they were possible led upward towards the heavens. അപ്പോൾ പറയുകയാണ് സ്നേഹവും അറിവും എന്നെ ഉയർന്ന ചിന്തകളിലേക്കും നല്ല ജീവിതത്തിലേക്കും നയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഓൾവേസ് പിറ്റി ബ്രോട്ട് മീ ബാക്ക് ടു എർത്ത്. എന്നാൽ മനുഷ്യരുടെ ദുഃഖം കണ്ടപ്പോഴെല്ലാം എൻ്റെ മനസ്സ് വീണ്ടും ഭൂമിയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തിരിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. Echoes of cries of pain reverberate in my heart. എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് വേദനയുടെ കാര്യമാണ്. ഭൂമിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ച ആ ഒരു വേദനയുടെ കാര്യത്തെയാണ് അദ്ദേഹം പറയുന്നത്. Echoes of cries of pain reverberate in my heart. Children in famine, victims tortured by oppressors, helpless old people a burden to the young, and the whole world of loneliness, poverty and pain make a mockery of what human life should be. I long to alleviate this evil, but I cannot, and I too suffer. അദ്ദേഹം പറയാണ് വിശന്നു കിടന്ന കുട്ടികൾ,
സോ ചിൽഡ്രൻ ഇൻ ഫെമൈൻ, പിന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മനുഷ്യർ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന വയോധികർ, ഏകാന്തത, ദാരിദ്ര്യം, വേദന എന്നൊക്കെ കാണുമ്പോൾ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യജീവിതം ഇങ്ങനെ ആകരുതെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. സോ അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആരാഗ്രഹിച്ചു? ബെർട്രാൻഡ് റസ്സൽ ആഗ്രഹിച്ചു. പക്ഷേ അതെല്ലാം ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ബെർട്രാൻഡ് റസ്സലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരുടെ വേദന അദ്ദേഹത്തെയും ദുഃഖിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദിസ് ഹാസ് ബീൻ മൈ ലൈഫ്. അപ്പം അദ്ദേഹം പറയായിരുന്നു, ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. I have found it worth living and would gladly live it again if the chance were offered me. അപ്പം അദ്ദേഹം പറയാണ്, ഈ ജീവിതം ജീവിച്ചത് വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ജീവിക്കാൻ ഒരവസരം ലഭിച്ചാൽ അതേ ജീവിതം സന്തോഷത്തോടെ വീണ്ടും ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ ബെർട്രാൻഡ് റസ്സൽ പറയുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊലോഗ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പ്രൊലോഗ് ഇതാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്. സോ താങ്ക് യു ഫ്രം ലേറ്റ് ലൂം.